Hello. Chapter 13 Time Goes On. ഇവിടെ ഒരു കലണ്ടർ കാണിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് കലണ്ടർ ഉണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ കലണ്ടർ കണ്ട് പരിചയം ഉണ്ടാവും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Papa bought a new calendar. Amma points a big blunder. Missing was the month of July. I wonder where did it fly? Don't worry, I have a solution to your query. July and January look the same. Let's play the calendar game. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന കലണ്ടറിൽ ഇവിടെ ആഴ്ച ഒരു മന്ത് മിസ്സിംഗ് ആണ്. ഏത് മന്ത് ആണത്? ജൂലൈ. ഒരു വർഷത്തില് എത്ര മാസങ്ങളുണ്ട്? 12 months ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. ഇതില് ഡേയ്സിനെ പറ്റിയും ഡേറ്റ്സിനെ പറ്റിയും ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. Make the calendar for the month of July 2024. നേരത്തെ നമ്മൾ ആ കലണ്ടറിൽ ജൂലൈ മന്തിലെ ഡേറ്റ്സ് മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കി. കലണ്ടർ നമ്മളടുത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഇതില് ഈ വർഷം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വർഷത്തിലെയും ഡേറ്റ്സ് ഒക്കെ കുറച്ച് വ്യത്യാസം വരും. എപ്പോഴും അത് ഒരുപോലെ ആവണം എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇവർ പറഞ്ഞിട്ടുണ്ട് I have a solution. ജൂലൈ ആൻഡ് ജനുവരി ലുക്ക് ദ സെയിം. ഈ കലണ്ടറിൽ ജൂലൈയും ജനുവരിയും ഒരുപോലെയാണ്. ജനുവരിയിലെ അതേ ഡേറ്റ് തന്നെയായിരിക്കും ജൂലൈയിലും. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുക? ജസ്റ്റ് റെഫറൻസിന് വേണ്ടി ഇന്റർനെറ്റിൽ നിന്നൊരു പിക്ചറും കൂടി എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാ? മൺഡേ ആണ്. സോ നമുക്കിവിടെ 1 എന്ന് ഇടാം. ഇനി കണ്ടിന്യൂസ് ആയി നമ്പർ എഴുതിക്കോളൂ. ട്യൂസ്ഡേ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31. ജൂലൈയിൽ 31 ഡേയ്സ് ആണുള്ളത്. 31 എൻഡ് ചെയ്യുന്നത് വെൻസ്ഡേ ആണ്. ഇവിടെയും 31 വെൻസ്ഡേ ആണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒബ്സർവ് ദ ജൂലൈ മന്ത് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. നമ്പർ ഓഫ് സൺഡേസ്. ഈ ജൂലൈ മന്തിൽ എത്ര സൺഡേസ് ഉണ്ട്? എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കിയേ, സൺഡേ ഇവിടെ സൺഡേയുടെ താഴേക്ക് നോക്കിയാൽ മതി. 7th ഒരു സൺഡേ ആണ്, 14th ഒരു സൺഡേ ആണ്, 21 സൺഡേ ആണ്, 28 സൺഡേ ആണ്. അപ്പൊ നമുക്കിവിടെ 4 സൺഡേസ് ആണ് ഉള്ളത്. റൈറ്റ് ദ ഡേറ്റ്സ് ഇൻ ദിസ് മന്ത് ദാറ്റ് ആർ തേഴ്സ്ഡേസ്. ഇവിടെ തേഴ്സ്ഡേസ് ഏതൊക്കെയാണ്? 4, 11, 18 and 25. അതിവിടെ എഴുതണം. ഏതൊക്കെയാണ്? 4, 11, 18 and 25. 3 days after July 22 is July dash. July 22. ഈ ഡേയ്സിന് ആഫ്റ്റർ 3 days ആണ്. 1, 2 and 3. July 25th. The day on this date is July 25th. ഏത് ഡേ ആണ്? That's a Thursday. Our school closes on July 7 for 15 days. The date on which the school will open is? സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് ജൂലൈ 7th ആണ്. 15 ഡേയ്സിനേക്കാണ് സ്കൂൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പോ എന്നാണ് റീഓപ്പൺ ചെയ്യുന്നത്? ജൂലൈ 7th ക്ലോസ് ചെയ്യുന്നത്. സോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 15 വരെ ലീവ് ആണ്. അപ്പൊ റീഓപ്പൺ ചെയ്യുന്നത് എന്നാണ്?
22. അതൊരു മൺഡേ ആണ്. സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് 22 മൺഡേ ആണ്. ജൂലൈ 22. Select the calendars for last 2 years. Observe the following in both calendars. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ വർഷവും കലണ്ടറിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോ ലാസ്റ്റ് 2 വർഷത്തെ കലണ്ടർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് അതിനെ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ സെയിം? വാട്ട് ഈസ് ചേഞ്ചിങ് ഇൻ ദ ഇയേഴ്സ്? ടേക്ക് ദ കറക്റ്റ് ആൻസേഴ്സ്. നമുക്ക് 2024 and 2025 ഈ 2 വർഷത്തെ കലണ്ടർ എടുത്ത് നോക്കാം. എന്നിട്ട് നെയിംസ് ഓഫ് ദ മന്ത്സ്, ഓരോ വർഷമാകുമ്പോഴും മാസങ്ങളുടെ പേര്, മന്ത്സിന്റെ പേര് ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല, ദേ ആർ സെയിം. ഡേയ്സ് ഇൻ എ മന്ത് അത് സെയിം ആണ്. ഡേയ്സ് ഇൻ എ വീക്ക്, ഒരു ആഴ്ചയിൽ 7 days ആണ്, അതിനൊരു മാറ്റവും ഇല്ല, അത് സെയിം ആണ്. നമ്പർ ഓഫ് സൺഡേസ്, ഇതിനാണ് കുറച്ചെങ്കിലും വ്യത്യാസം വരുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഇത് എല്ലാ വർഷവും നമ്പർ ഓഫ് സൺഡേസ് സെയിം ആവണമെന്ന് നിർബന്ധമില്ല. സോ ദിസ് ചേഞ്ചസ്. നമ്പർ ഓഫ് വീക്സ് ഇൻ എ ഇയർ, ഒരു വർഷത്തില് ടോട്ടൽ എത്ര വീക്ക് ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കിയേ. ദാറ്റ് ഇസ് 52 വീക്സ്. അത് എപ്പോഴും സെയിം ആയിരിക്കും. നമുക്കറിയാം കുറെ ഫെസ്റ്റിവൽ നമ്മൾ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓരോ സെലിബ്രേഷൻസും അല്ലെങ്കിൽ ഓരോ ഫെസ്റ്റിവൽസും ഏത് ഡേറ്റിലാണ് വരുന്നത് എന്നാണ് ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിൽ 2 കലണ്ടർ ഉണ്ട്. 2 കലണ്ടറിലും നോക്കി ഈ തന്നിരിക്കുന്ന എല്ലാ ഫെസ്റ്റിവലിന്റെയും ഡേറ്റ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് സർക്കിൾ ദ ഫെസ്റ്റിവൽ ദാറ്റ് ഫാൾസ് ഓൺ സെയിം ഡേറ്റ്. 2 വർഷവും ഒരേ ഡേറ്റിൽ സെയിം ആയിട്ട് തന്നെ ഡേറ്റ്സ് വരുന്ന ഏതൊക്കെ ഫെസ്റ്റിവൽ ഉണ്ടെന്ന് നോക്കാം. അതിനു മുന്നേ ഡേറ്റ്, മന്ത്, ഇയർ, ഇവിടെ DD, MM and YY എന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? DD മീൻസ് ഡേറ്റ്, MM മീൻസ് മന്ത്, YY മീൻസ് ഇയർ. ഏതൊരു ഡേറ്റും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ഉപയോഗിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ 12 month 12 and year 2025. ഇതിന്റെ മീനിങ് എന്താണ്? 12th 31 days അല്ലെങ്കിൽ 30 days ഉള്ള ഒരു മന്തിൽ 12 എന്ന ഡേറ്റ് ആണ്. മന്ത്, ഓരോ മന്തിനും നമ്മൾ ഓരോ നമ്പർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. സോ 12 മീൻസ് ഹിയർ ഡിസംബർ, 2025 ഇയർ. ഈ ഫെസ്റ്റിവൽസിനൊക്കെ ഓരോ സ്റ്റേറ്റ് മാറുമ്പോഴും ഓരോ സ്ഥലങ്ങളൊക്കെ മാറുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏത് കലണ്ടറാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട് വേറെ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള കലണ്ടർ നോക്കി എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡേറ്റ്സ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മന്ത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്. മന്ത് സാധാരണ നമ്പർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോ ദീപാവലി 2024 31st ഒക്ടോബർ, ചില സ്ഥലങ്ങളിൽ അത് 1st നവംബർ, ഒരു ദിവസം നെക്സ്റ്റ് ഡേ. 31st നെക്സ്റ്റ് ഡേ ആണ് 1st നവംബർ, ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ 2025ലോ അത് 20 ഒക്ടോബർ ആണ്. ഇവിടെ 31 ഒക്ടോബർ, ഇവിടെ 20 ഒക്ടോബർ. അതുപോലെ മകർ സംക്രാന്തി 14th ജനുവരി അല്ലെങ്കിൽ 15th ജനുവരി 2024ലാണ് മകര സംക്രാന്തി സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ 2025 എന്ന ഇയറിൽ 14 ജനുവരിയിലാണ്. അങ്ങനെ ഓരോ ഫെസ്റ്റിവലിന്റെയും ഡേറ്റ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതില് എല്ലാ വർഷവും ഒരേ ഡേറ്റ്സിൽ തന്നെ വരുന്ന ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? ഒന്ന്, ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേ 15th ഓഗസ്റ്റ് ആണ്. ഇത് എല്ലാ വർഷവും 15th ഓഗസ്റ്റിനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫെസ്റ്റിവൽസിനൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി അതുപോലെ വരുന്നതാണ് റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ഡേ 26 ജനുവരി ആണ് എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ക്രിസ്മസും 25 ഡിസംബറിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് യുവർ ബർത്ത്ഡേ, നിങ്ങൾക്കറിയാം എല്ലാ വർഷവും നിങ്ങൾ ജനിച്ച ഡേ സെയിം ആണ്. സോ ഇഫ് ഇറ്റ് ഇസ് June 1, എല്ലാ വർഷവും June 1-നാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ബർത്ത്ഡേ ഇവിടെ എഴുതുക. ആ ബർത്ത്ഡേയും എല്ലാ വർഷവും മാറ്റമില്ലാതെ വരുന്ന
ഒരു ഡേറ്റ് ആണ്. ലെറ്റ് us do ഓരോരോ ക്വസ്റ്റൻ ആയിട്ട് നോക്കാം. Write the names of 12 months in a year. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും നമുക്കൊന്ന് നോക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നമ്മൾ പറഞ്ഞു ഓരോ മാസത്തിനും ഓരോ നമ്പറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയാണത്? ജനുവരി ആണ് ഫസ്റ്റ് മാസം അല്ലെ? അപ്പൊ ജനുവരി 1, ഫെബ്രുവരി 2, മാർച്ച് 3, ഏപ്രിൽ 4, മെയ് 5, ജൂൺ 6, ജൂലൈ 7, August is 8, September is 9, October is 10, November is 11, December is 12. അപ്പൊ ഇതാണ് ഈ മാസങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സ്. ഇനി ഒരു ഡേറ്റ് എങ്ങനെയാ എഴുതുക പറഞ്ഞത്? DD, MM and YY. ഇങ്ങനെയല്ല, ഇതിന് വേറെയും ഫോർമാറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ആദ്യം ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. നമുക്ക് ജൂൺ 9th 2024 എങ്ങനെ എഴുതാം? ജൂൺ 9th ആണ് ഡേറ്റ് അല്ലെ? അപ്പൊ 9. ഇനി ജൂൺ 6th month ആണ് ജൂൺ. സോ 6 and 2024 ഇങ്ങനെയാണ് എഴുതുക. ഇനി ഡിസംബർ 10 2025 ആണെങ്കിലോ 10 ആണ് ഡേറ്റ്, ഡിസംബർ മന്ത് എന്ന് പറഞ്ഞ 12 ആണ് നമ്പർ. 12 and 2025 ആണ് ഇയർ. Months that have less than 30 days. ഇവിടെ കാണിച്ചിരിക്കുന്ന കലണ്ടേഴ്സ് നോക്കിയാൽ മനസ്സിലാവും. ചില മാസങ്ങളിൽ 30 ഡേയ്സ് ഉണ്ട്, ചില മാസങ്ങളിൽ 31 ഡേയ്സ് ഉണ്ട്. ഏതോ ഒരു മാസത്തില് 30 ഡേയ്സിനേക്കാളും കുറവുണ്ടല്ലോ. ഏത് മാസമാണത്? യെസ്, ഫെബ്രുവരി. ഫെബ്രുവരി is the only month that has less than 30 days. ഇനി ഫെബ്രുവരി സാധാരണ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇയറിൽ അത് 28 ഡേയ്സ് ആണ്. ഇനി ഒരു ലീപ്പ് ഇയറിൽ അത് 29 ഡേയ്സ് ആണ്. ലീപ്പ് ഇയർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. എന്നാലും നമുക്ക് ഒന്നുകൂടി ക്വിക്ക് അയച്ച് നോക്കാം. എല്ലാവർക്കും അറിയാം, എർത്ത് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് ഡേയും നൈറ്റും ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ? എർത്ത് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൂര്യന് ചുറ്റും കറങ്ങി അതേ സ്ഥലത്ത് തന്നെ എത്തുന്ന ടൈമാണ് ഒരു വർഷം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ എർത്തിന് സൂര്യന് ഫുള്ളായിട്ട് കറങ്ങി വരാൻ 365 ഡേയ്സ് ആണ് ആവശ്യം. ആക്ച്വലി അത് 365 ഡേയ്സ് സമയം കൂടിയാണ്, ഒരു ഫുൾ ഡേ ഇല്ല, സമയം കൂടിയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കലണ്ടറിൽ ഓരോ ഡേയ്സിന് കൂടെ എൻഡിൽ ഒരു ചെറിയ ഡേ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ടൈം എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ ഇഗ്നോർ ചെയ്യും. അങ്ങനെ 4 വർഷം ആവുന്ന സമയത്ത് ഈ കുറച്ച് സമയം ആഡ് ആയിട്ട് ഒരു ഫുൾ ഡേ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ മുന്നേ ഇഗ്നോർ ചെയ്ത എല്ലാ ടൈമും കൂടി ചേർത്ത് 4ാമത്തെ വർഷത്തിൽ നമ്മൾ ഒരു അഡീഷണൽ ഡേ കൊടുക്കുകയാണ്. ആ വർഷത്തിന്റെ പേരാണ് ലീപ്പ് ഇയർ. ലീപ്പ് ഇയറിൽ 366 ഡേയ്സ് ആവും. അപ്പൊ കറക്റ്റ് ആയില്ലേ? അപ്പൊ ലീപ്പ് ഇയർ ഹാസ് 366 ഡേയ്സ്. ഈ ഒരു ദിവസം കലണ്ടറിൽ നമ്മൾ എവിടെ ആഡ് ചെയ്യും? അപ്പോഴാണ് ഫെബ്രുവരി. സാധാരണ ഫെബ്രുവരി മാസത്തിൽ 28 ഡേയ്സ് അല്ലേ ഉണ്ടാവൂ. അപ്പൊ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി മന്തിലേക്ക് നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഡേനെ ആഡ് ചെയ്യും. അപ്പൊ ലീപ്പ് ഇയർ ഹാപ്പൻസ് every 4 years. That means every 4 years February gets a bonus day. February gets 29 days in a leap year. Months that have less than 30 days. അത് ഫെബ്രുവരി ആണ്. സാധാരണ വർഷത്തിൽ ഫെബ്രുവരിയിൽ 28 ഡേയ്സ് ആണെങ്കിൽ ലീപ്പ് ഇയറിൽ അത് 29 ഡേയ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ. നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരു സ്റ്റാൻഡേർഡ് ഇയറിൽ 365 ഡേയ്സ് ആണ്. ലീപ്പ് ഇയറിലോ എവറി 4 ഇയേഴ്സിൽ ഒരു ഡേ അഡീഷൻ ആവുന്നത് കൊണ്ട് ലീപ്പ് ഇയറിൽ 366 ഡേയ്സ് ആണ്. നെക്സ്റ്റ്, Hedel says there are 53 weeks in a year. Is she right? Yes or no? If not, how many weeks did you find in a year? നമ്മൾ ആദ്യം കലണ്ടർ നോക്കിയപ്പോൾ മനസ്സിലായി ഒരു വർഷത്തിൽ 53 വീക്സ് അല്ല 52 വീക്സ് ആണ്. അത് എല്ലാ വർഷവും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഹെദൽ പറഞ്ഞത്
correct അല്ല. So no, Hetal is not correct here. There are 52 weeks in a year. Age 1. Come to your mother and find the following. Age of mother's mother when my mother was born. അതായത് നിങ്ങളുടെ അമ്മ ജനിച്ച സമയത്ത് അമ്മയുടെ ഏജ് എത്രയായിരുന്നു? മേ ബി 20 അല്ലെങ്കിൽ 22, 23 അങ്ങനെയൊക്കെ ആയിരിക്കാം. അത് ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ എഴുതുക. And my age, എന്താണ് നിങ്ങളുടെ ഏജ്? നിങ്ങൾ ചിലപ്പോ 9 year ആവാം, ചിലപ്പോ 10 year ആവാം, ചിലപ്പോ 11 year ആവാം. അപ്പൊ നിങ്ങളുടെ ഏജ് എന്താണെന്ന് ഇവിടെ എഴുതാം. My mother's age today. എന്താണ് നിങ്ങളുടെ അമ്മയുടെ വയസ്സ്? Maybe she is 31 or 30 or whatever it is. അമ്മയോട് ചോദിച്ചെഴുതുക. Age of my mother's mother when I was born. നേരത്തെ അമ്മ ജനിച്ചപ്പോ അമ്മയുടെ വയസ്സ് ചോദിച്ചു. ഇനി നിങ്ങൾ ജനിച്ചപ്പോ നിങ്ങളുടെ അമ്മയുടെ വയസ്സ് എത്രയായിരുന്നു? മേ ബി 50 or 45 ആയിരിക്കാം. അപ്പൊ അതൊക്കെ ചോദിച്ചെഴുതണം. ഇനി ഏജ് ഓഫ് മൈ മദേഴ്സ് മദർ ടുഡേ. അമ്മമ്മയുടെ ഇപ്പോഴത്തെ ഏജ്. ഇനി മൈ മദേഴ്സ് ഏജ് വെൻ ഐ വാസ് ബോൺ. നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങളുടെ അമ്മയുടെ വയസ്സ് എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ ഫിൽ ചെയ്യാം. ഇനി ഒരു ചെറിയ പസിൽ തന്നിരിക്കുകയാണ്. ഹെതൽ ഈസ് ട്വൈസ് ആസ് ഓൾഡർ ഹർ ബ്രദർ. ഹെതലിന്റെ വയസ്സ് ഹെതലിന്റെ ബ്രദറിന്റെ വയസ്സിനേക്കാൾ ഡബിൾ ആണ്. ഡബിൾ എന്ന് പറഞ്ഞാൽ ഒരു 2 എന്ന നമ്പർ ആണെങ്കിൽ 2ന്റെ ഡബിൾ എന്താണ്? 2 + 2 അതാണ് അതിന്റെ ഡബിൾ. 3 എന്ന നമ്പർ ആണെങ്കിലോ 3 + 3 അതിനാണ് ഡബിൾ എന്ന് പറയുന്നത്. ഷീ ഈസ് ഓൾസോ 10 years older than her brother. ഒരു ക്ലൂ കൂടി തന്നിട്ടുണ്ട്. ഹെതലിന്റെ ബ്രദറിനേക്കാളും 10 years older ആണ്. ഗസ് ദ ഏജ് ഓഫ് ഹെതൽ ആൻഡ് ഹെർ ബ്രദർ. എത്രയായിരിക്കും? ഇവിടെ 10 years older താനും ട്വൈസും ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രദറിന്റെ ഏജ് 10 years ആണ്. ഹെതലിന്റെ ഇയർ അപ്പൊ എത്രയായിരിക്കും? 10 + 10 അതായത് 20 years ആണ്. 10ന്റെ ഡബിൾ ആണ് 20. 10ന്റെ കൂടെ 10 years ആഡ് ചെയ്താലും 20 ആണ്. സോ ഹെതലിന്റെ ബ്രദറിന്റെ ഏജ് 10 years, ഹെതലിന്റെ ഏജ് 20 years. Let us do birth certificate. എന്താണ് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ്? ഓരോ ആള് ജനിക്കുമ്പോഴും അവരെ ജനിച്ച എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി അവരുടെ ജനനം അല്ലെങ്കിൽ അവരുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു റൂൾ ആണത്. അപ്പോ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ജനിക്കുന്ന സമയത്തുള്ള എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇവിടെ ഒരു സാമ്പിൾ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഫോം നമ്പർ 5 ഗവൺമെന്റ് ഓഫ് കേരള. കേരള ഗവൺമെന്റിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണിത്. This is to certify that this information is taken from the original record of birth which is in the register for year 2015 of Kottayam Panchayat. Name Bincy Thomas Jacob. Bincy Thomas Jacobന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണിത്. സെക്സ് ഫീമെയിൽ. അതൊരു പെണ്ണാണോ ആണാണോ? ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ലേഡി അല്ലെങ്കിൽ പെണ്ണാണ്. മെയിൽ എന്ന് പറഞ്ഞാൽ ആണാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 2/5/2015. നമുക്കറിയാം 2 ഡേറ്റ് ആണ്. 5 എന്ന് പറഞ്ഞാൽ ഏത് മന്ത് ആണ്? മെയ്. ആൻഡ് 2015 ആണ് ഇയർ. 2nd May 2015. Place of birth കടമ്പുഴ ഹോസ്പിറ്റൽ. Name of father Jacob Tharagan. Name of mother Lara Thomas. Date of registration 2/5/2015. രജിസ്ട്രേഷൻ നമ്പർ 81515. ഡേറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. Look at the birth certificate of Bincy and answer the following question. 2/5/2015 shows that Bincy was born on 2 April, May, June, July. 5 എന്ന് പറഞ്ഞാൽ ഏത് മന്താണ്? ഇവിടെ വേർഡ്സിലും എഴുതിയിട്ടുണ്ട് ഇത് മെയ് ആണ്.
in the year 2015. So this is the correct answer. How old will Binsi on 2nd May 2025? 2015 2nd May 2015 ബിൻസി ജനിച്ചത്. അപ്പൊ 2025 അതേ ഡേറ്റ് 2025. 15 plus 10 is 25. അപ്പൊ 10 years കഴിഞ്ഞു. അപ്പൊ സെയിം ഡേ 10 years after ബിൻസിക്ക് എത്ര വയസ്സായിട്ടുണ്ടാകും? 10 year. ബിൻസി 10 year old ആയിട്ടുണ്ടാകും. How old will she be in 2030? 2025 10 year ആണെങ്കിൽ ഇനിയും 5 year കൂടി കഴിഞ്ഞ് 2030 ആവുമ്പോൾ ബിൻസിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 2025 മുതൽ 2030 വരെ 5 year ഡിഫറൻസ് ഉണ്ട്. സോ ബിൻസിക്ക് 15 years ആയിട്ടുണ്ടാകും. 8th birthday of Binsi was on 8th birthday എന്നാ വരുന്നത് 2/5/2015 ജനിച്ചത്. ഇനി 2/5/2016 ആവുമ്പോൾ ഒരു വർഷമാവും. 17 ആവുമ്പോൾ 2 വയസ്സാവും. 2018 ആവുമ്പോൾ 3 വയസ്സാവും. 2019 ആവുമ്പോൾ 4 വയസ്സാകും. 2020 ആവുമ്പോൾ 5 വയസ്സാകും. 2021 6, 2022 7, 2023 8 വയസ്സാവും. സോ എന്നാണ് ബർത്ത്ഡേ? 2/5/2023. അത് കഴിഞ്ഞ് 24 ആയപ്പോൾ 9 വയസ്സായി. 25 ആയപ്പോൾ 10 വയസ്സായി. അത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. Binsi was dash month old on August 2015. മെയ്യിലാണ് ജനിച്ചത്. മെയ് 2015. അപ്പൊ മെയ് കഴിഞ്ഞു. ജൂൺ ആയപ്പോ 1 month old ആയി. ജൂലൈ ആയപ്പോ 2 month old ആയി. ഓഗസ്റ്റ് ആയപ്പോഴോ 3 month old ബേബി ആയിരുന്നു അല്ലെ? Binsi was 3 month old on 2nd August 2015. After how many days of her birth was the certificate issued? അപ്പോൾ ബർത്ത് ഡേറ്റ് 2/5/2015 ആണ്. പക്ഷെ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആണ് 18/5/2015. അപ്പൊ നോക്കി, ഡേറ്റ് 2 ജനിച്ചു, 18 ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ 2 കഴിഞ്ഞു. ഇനി ഇപ്പൊ 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. എത്ര ദിവസം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 and 16. After 16 days ആണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്. Make your own birth certificate. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കി എഴുതാം, ഇല്ലെങ്കിൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചെഴുതാം. അപ്പൊ ഇതൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. Complete the following by writing the dates in the boxes given below. ഇവിടെ തന്നിരിക്കുന്ന ബോക്സിൽ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യണം. ഡേറ്റ് ഓൺ വിച്ച് യു വെയർ അഡ്മിറ്റഡ് ഇൻ ദ സ്കൂൾ, നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ആദ്യമായി അഡ്മിറ്റ് ചെയ്ത ഡേറ്റ്, ഇതൊക്കെ നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിച്ചാൽ കിട്ടും. ഡേറ്റ് ഓൺ വിച്ച് യു വെയർ അഡ്മിറ്റഡ് ഇൻ ക്ലാസ് 1, അതുപോലെ ക്ലാസ് 3യിലേക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഫില്ല് ചെയ്യണം. ഈ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പാർട്ട് 2 വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.